നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റെന്തും പറയുന്നതിന് മുന്നേ ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് വലിയ താങ്ക് യു ആണ്. അപ്പം നമ്മുടെ ഒരു ഫാമിലി 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ആദ്യത്തെ ഒരു കടമ്പ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയ ചാനലാണിത്. അതായത് വീട്ടിൽ നിന്ന് മടുപ്പടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്നോർത്ത് തുടങ്ങിയ ചാനലാണ്. പക്ഷേ ഇത്രയും വേഗം എനിക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ രാവിലത്തെ പരിപാടീസാണ്. ഏകദേശം 10:30 അപ്പോൾ ഞാൻ അവർക്ക് കുളിക്കാനായിട്ട് അടുപ്പേ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ഞാൻ CA പഠിക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റു, എന്നിട്ട് ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ CAയുടെ ക്ലാസ് കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എഴുതിയതാണ്, CAൻ്റെ ബുക്കിലേക്ക് എഴുതി. അപ്പോൾ കുറേ പേരുണ്ട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കറണ്ട് അഫെയർസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കാൻ ടൈം കണ്ടെത്തുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി, ഒരു അരമണിക്കൂർ 15 മിനിറ്റ്. അപ്പോൾ ഞാൻ എഴുതി. അപ്പോൾ എനിക്ക് എവിടെയൊക്കെ ഗ്യാപ്പ് കിട്ടുന്നോ ആ സമയത്തെല്ലാം ഞാൻ ഈ ബുക്കിലേക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അല്ലാതെ എനിക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് അങ്ങനെ ടൈം രാത്രി മാത്രമാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ കുളിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പം എൻ്റെ മേക്കപ്പ് ബോക്സൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവളെ ഫീഡ് ചെയ്ത് ഉറക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ ഇതുവരെ പഠിച്ച എക്കണോമിക്സിൻ്റെ ക്ലാസ്സസ് എല്ലാം യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ചെറിയ ക്ലാസ്സസ് എടുത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്ന ക്ലാസ്സസിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഏത് ടോപ്പിക് ആണെങ്കിലും കിട്ടും. അത് കഴിഞ്ഞ് അവൾ ഉറങ്ങി എഴുന്നേറ്റു, അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിന് ശേഷം കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പം തുണി അലക്കുന്ന സമയത്തും വിരിക്കുന്ന സമയത്തും എല്ലാം എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എക്കണോമിക്സിൻ്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമായിരുന്നു. അതുപോലെ അത് തന്നെയാണ് കേട്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ചെറിയ ചില്ലറ ഉച്ചക്കത്തെ കുക്കിങ്ങാണിത്. അപ്പോൾ ആ സമയത്തെല്ലാം എൻ്റെ ചെവിയിൽ ക്ലാസ് ഉണ്ട് കേട്ടോ. അതിനുശേഷം അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചൊരു ടൈം കിട്ടി. അതായത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുറച്ച് നേരം കളിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മലയാളം പഠിച്ചതാണ്. മലയാളം ഫസ്റ്റ് ബെൽ ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു. ആ ഒരു ടെലഗ്രാം ചാനലിൽ നിന്നുള്ള നോട്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ നോട്ട്സ് എഴുതി അത് എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചു. കാരണം ഞാൻ എപ്പോൾ ഫ്രീ കിട്ടുന്നപ്പോൾ ഫോൺ എടുത്ത് നോക്കാൻ വേണ്ടി ഫോട്ടോ എടുത്ത് വെച്ചു. അത് പഠിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ കഴിച്ചതാണ്. ഉച്ചക്കത്തെ ഫുഡ് അവർക്കും കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കെല്ലാം ബുക്ക് എൻ്റെ അടുത്തിരിപ്പുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ അത്ര ഡീപ്പ് സ്റ്റഡി അല്ല, എന്നാലും നമ്മുടെ കണ്ണ് അതിലൂടെ ഒന്ന് ഓടിച്ചു. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാലോ. അതായത് ഡീപ്പ് സ്റ്റഡി ഒന്നുമില്ല, നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്ന പോലെയല്ല. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കണം, അതിൻ്റെ ഇടയ്ക്കാണ് നോക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ നോക്കുന്നത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ടൈം എങ്ങനെയാണ് മാനേജ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ടൈം മാനേജ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരമൊക്കെ മലയാളം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ടൈമാണ്. 6:30 ടൈമെന്ന് വെച്ചാൽ ഞാൻ മിറ്റോടി പരിപാടിയൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിന് മുന്നേ ഞാൻ കുറച്ച് പോൾ ചെയ്തായിരുന്നു. കുറച്ച് പോൾസ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ ടൈം കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് പോൾസ് ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പോൾസാണ്. ചാനലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ്, പിന്നെ BSc ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ 2 ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ നിന്നാണ് ഞാനിങ്ങനെ പോൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോൾസ് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ടിക്കറ്റ് പോകാം. അതിനാണ് പോൾസ് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും അറിയാം കേട്ടോ. എനിക്ക് അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, ടെലഗ്രാം ചാനലിൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പോകാം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പാട് ഉള്ള സബ്ജക്റ്റ് അല്ല. പക്ഷേ എന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ മാർക്ക്. പക്ഷേ 10-10 എനിക്ക് കിട്ടത്തില്ല കേട്ടോ. എന്നാലും ഒരു 8 മാർക്കൊക്കെ എനിക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ കുക്കിങ്ങാണ്. കുറച്ച് സ്പെഷ്യൽ കുക്കിംഗ് ആയിരുന്നു. കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയായിരുന്നു. ഞാനാണ് ഉണ്ടാക്കിയത്, ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കരിമീൻ പൊള്ളിച്ചതാണ്. ഒരു 3 കരിമീൻ്റെ വാല് പൊള്ളിച്ചെടുത്താണ് കേട്ടോ. അപ്പം അവിടെയൊക്കെ കുറേ സമയം പോയിട്ടോ. അപ്പോഴൊന്നും പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ രാവിലത്തെയാണ്. അപ്പം അന്ന് രാത്രി ഞാൻ പഠിച്ചില്ല, കാരണം പഠിക്കണം എന്ന് ഓർത്ത് ഇരുന്നാണ്. പക്ഷേ ഞാനവളെ ഫീഡ് ചെയ്ത് അടുത്ത് കിടന്നു പോയത് മാത്രമല്ല, ഞാൻ നെറ്റ്ഫ്ലിക്സ് ചെറുതായിട്ടൊന്ന് നോക്കി. ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി ഇടയ്ക്ക് ഇന്നലെ. അതുകൊണ്ട് ജസ്റ്റ് ആ ടൈം പോയി. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെയാണ്. നെക്സ്റ്റ് രാവിലെ എന്ന് പറഞ്ഞാൽ വീണ്ടും കറണ്ട് അഫെയർസാണ്. അപ്പം എല്ലാ ദിവസവും രാവിലെ ഞാൻ കറണ്ട് അഫെയർസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു റൂട്ടീൻ മനസ്സിലാക്കണം. രാവിലെ കറണ്ട് അഫെയർസ് നോക്കും. അത് കഴിഞ്ഞ് അവൾ കിടക്കുന്ന ആ ഒരു സമയത്ത്, ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ പഠിച്ച കാര്യങ്ങൾക്കും അവളവിടെ കുഞ്ഞവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാത്സ് ചെയ്തു. മാത്സ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നു അപ്പോഴൊക്കെ. അപ്പം ഇവൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം അവൾ കളിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മാത്സ് ചെയ്തു. നിന്ന് ഞാൻ പഠിച്ചതിൻ്റെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ക്ലോക്ക് നോക്കിയായിരുന്നു, പിന്നെ ഞാൻ കലണ്ടർ നോക്കിയായിരുന്നു. ഇപ്പോൾ ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഈ നോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ജെറിൻ സാറിൻ്റെ ഫുൾ നോട്ട്സ് ഞാൻ എഴുതിയെടുത്തതാണ് കേട്ടോ. ഇത് പിന്നെ വൈകുന്നേര സമയമായപ്പോഴത്തേക്കും
ചായയും കടിയും ഉണ്ടാക്കുകയാണ്. അപ്പം ചെറിയ ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ക്ലാസ്സാണ് ഈ ഫസ്റ്റ് ബെല്ലല്ല, നമ്മുടെ ഈ ഒരു മിസ്സിലെ, ഈ മിസ്സിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ ഈശ്വരാ. ഈ മിസ്സിൻ്റെ ക്ലാസ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഈ മിസ്സിൻ്റെ ക്ലാസ്സാണ്, മലയാളത്തിൻ്റെയാണ് കേട്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കാൻ പോകുന്നിടം വരെ എൻ്റെ ചെവിയിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. അത് വന്നിട്ട് ചെറിയൊരു എൻ്റെ ഒരു സ്കിൻ കെയർ ആണ്. ഇപ്പം ആർക്കെങ്കിലും ഇതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് പ്ലമ്മിൻ്റെ ഒരു ടോണറും പിന്നെ പോൺസിൻ്റെ അല്ല നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറും ഒക്കെയാണ് ഇട്ടത്. അപ്പം ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് മാത്രം ഹെഡ്സെറ്റ് മാറ്റി, ബാക്കിയുള്ള ഫുൾ ടൈമിൽ എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. പിന്നെ ഈ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8 മണിയോളമായി. അവർക്ക് ഫുഡ് കൊടുത്തു. ഹസ്ബൻഡൊക്കെ വന്നു. ഹസ്ബൻഡ് എല്ലാവരും ഇരിപ്പുണ്ട്. ഞാൻ അവിടെ ഹാളിൽ നടുക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ മലയാളം നമ്മുടെ ഫസ്റ്റ് ബെൽ മലയാളത്തിനകത്ത് നോക്കി എഴുതി. പിന്നെ കുറേയധികം പോൾസും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെയും കുറേ പോൾസ് ചെയ്തു. അപ്പം എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് നടുക്ക് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറിയിലോട്ടൊന്നും മാറിയിരുന്നില്ല. പിന്നെ അപ്പം ഇന്നത്തെ കുക്കിംഗ് ആയെന്ന് വെച്ചാൽ മീൻ വറുത്തായിരുന്നു. പിന്നെ ബാക്കി മീൻ കറി വെക്കാനുള്ളതെല്ലാം അമ്മയാണ് വെച്ചത് കേട്ടോ. പിന്നെന്താ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടൈം മാനേജ് ചെയ്തത്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഡിസ്ട്രാക്ഷനും കൂടെ ഉണ്ട്. അതില്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.